ട്രേഡിംഗ് മീഡിയയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് പോസിറ്റീവായിട്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് 260 പോയിൻറ്റും S&P 44 പോയിൻറ്റും നസ്ഡാക്ക് 201 പോയിൻറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗിഫ് നിഫ്റ്റി 24 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫ്ലാറ്റ് ഓപ്പണിങ് നിഫ്റ്റിയിൽ നമുക്ക് തിങ്കളാഴ്ച പ്രതീക്ഷിക്കാം. നമുക്ക് ഡേ ക്യാൻഡിലോട്ട് പോവാം. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച ഏകദേശം നമുക്ക് ഈ വർഷം ന്യൂ ഇയർ തുടങ്ങിയതിന് ശേഷം 2-ാം തീയതി മാത്രമാണ് ഈ മാസത്തിൽ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുള്ളത്. പിന്നെ തിങ്കളാഴ്ച തുടങ്ങിയ, അതായത് കഴിഞ്ഞ ആഴ്ചയിലുള്ള 5 ദിവസവും ഫുള്ള് സെല്ലിംഗ് പ്രഷറാണ്. ഏകദേശം 26,333 ആ ഒരു സോണിൻ്റെ ഹൈയിൽ നിന്ന് മാർക്കറ്റ് ആ സോണിൻ്റെ താഴെ വരയ്ക്കും ഒരാഴ്ച കൊണ്ട് മാർക്കറ്റ് ഇറങ്ങി വന്നു. വലിയൊരു സെല്ലിംഗ് പ്രഷറായിരുന്നു കഴിഞ്ഞ 2 ദിവസവും മാർക്കറ്റിലുണ്ടായിരുന്നത്. വ്യാഴനും വെള്ളിയും ഫുള്ള് സെല്ലിംഗ് പ്രഷറായിരുന്നു. വീണ്ടും ആ ഒരു സോണിൽ തന്നെയാണ് കഴിഞ്ഞ ഏകദേശം ഒരു 3 മാസമായിട്ട് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്ന ആ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് വെള്ളിയാഴ്ചയും ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ആ സോണിൻ്റെ ടോപ്പിൽ നിന്ന് ലോയിലോട്ട് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സോണിൽ കൺസോൾട്ടേറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു ഏരിയ സപ്പോർട്ട് ഏരിയയാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ ഈ ഏരിയയിൽ നമുക്ക് ഇവിടെ നിന്ന് സപ്പോർട്ട് വന്നിട്ടാണ് മാർക്കറ്റ് ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് കയറിപ്പോയിട്ടുള്ളത്. അപ്പോൾ തിങ്കളാഴ്ച എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഈ ആഴ്ച, പ്രത്യേകിച്ച് ഇറാനിൽ നടക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള സംഘർഷം, അവിടെ ഇനിയിപ്പം അമേരിക്ക ഇടപെടുമോ, അതുപോലെ തന്നെ 500% റഷ്യയിൽ നിന്ന് 500% എണ്ണ വാങ്ങിക്കുന്ന രാജ്യങ്ങൾക്ക് മുകളിൽ 500% താരിഫ് ഏർപ്പെടുത്താനുള്ള ട്രംപിൻ്റെ നീക്കത്തിനെതിരെയുള്ള വിധി വരാനിരിക്കുന്നു. വെള്ളിയാഴ്ച വരേണ്ടതായിരുന്നു, പക്ഷെ അത് വന്നിട്ടില്ല. അപ്പം ഇതൊക്കെ എല്ലാം കൊണ്ടെന്ന് പറയുന്നത് മാർക്കറ്റിൽ വലിയൊരു പാനിക് സെല്ലിംഗ് നിലനിൽക്കുകയാണ്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു സപ്പോർട്ട് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വീണ്ടും ഈ ആഴ്ചയിലും വലിയ സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു റേഞ്ച് താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വരാൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്, മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഫിബ് അനുസരിച്ച് നമുക്ക് ഈ ഒരു ലെവൽ വരയ്ക്കും ഏകദേശം 25,279, 25,486 വരയ്ക്കും മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉള്ള ഏരിയ കൂടെയാണ്. ഈ ഫിബ് അനുസരിച്ച് നമുക്ക് 50 to 61% സപ്പോർട്ട് കിട്ടുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നതാണ്. ഈ സോണിൽ തന്നെ തിരിച്ച് സപ്പോർട്ട് എടുത്ത് ഇവിടെ നിന്ന് കയറിയതിന് ശേഷം പിന്നെ നമുക്ക് ഈ സോണിൽ തന്നെ സപ്പോർട്ട് കിട്ടിയതാണ്. ഇവിടെ നിന്ന് റെസിസ്റ്റൻസ് ആയിരുന്നു, സപ്പോർട്ട് എടുത്തു, ഇത് ബ്രേക്കൗട്ട് കിട്ടി. ഈ ഒരു പ്രീവിയസ് റെസിസ്റ്റൻസ് ഇവിടെ പിന്നെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. അപ്പം ഈ ഒരു സോണ് മാർക്കറ്റിൽ നിഫ്റ്റിക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സപ്പോർട്ട് കിട്ടിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ കൂടെ പരിഗണിക്കാം. ഈ ആഴ്ചയിൽ മാർക്കറ്റ് അഥവാ താഴോട്ട് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈന്, നേരത്തെ റെസിസ്റ്റൻസ് ആയിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈന്, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഫിബ് അനുസരിച്ചുള്ള സപ്പോർട്ട് മാർക്കറ്റിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുക. 25,281 തൊട്ട് 25,488 വരെയാണ് ഈ റേഞ്ച് വരുന്നത്. 281 തൊട്ട് 25,491 വരെ വരുന്ന ഒരു ഏരിയ ആണ്. ഒരു മിനിറ്റ്, 488, 490 ഏരിയയിലായിരിക്കും മാർക്കറ്റിൽ അടുത്തൊരു സപ്പോർട്ട് കിട്ടാൻ സാധ്യത വളരെ കൂടുതലായിട്ടുള്ളത്.
അപ്പം വരും ദിവസങ്ങളിൽ ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുക. മാർക്കറ്റ് ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിലും ഇത് ക്ലിയറായിട്ട് ഇവിടെ മിക്കവാറും മാർക്കറ്റിൽ ഒരു കൺസോൾട്ടേഷൻ കിട്ടി സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. വേറെ മറ്റ് പ്രശ്നങ്ങളിലോട്ടൊന്നും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ, അതല്ല നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് പ്രശ്നങ്ങൾ അതിരൂക്ഷമാവുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് ഇവിടെയും നിൽക്കുമെന്ന് വരത്തില്ല. എങ്കിലും മാർക്കറ്റ് ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ ആയിട്ട് നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് 15 മിനിറ്റിലെ ചാർട്ടിലോട്ട് പോകാം. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ വെള്ളിയാഴ്ച നമുക്ക് സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു റേഞ്ച് 25,870 മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് എൻട്രി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഏരിയയിൽ ഇൻട്രാഡേ ലെവൽ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻട്രാഡേ ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ഇൻട്രാഡേ ലെവൽസിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സെല്ലിംഗ് പ്രഷർ ഏരിയ ആയിരുന്നു ഈ ഏരിയ. ആദ്യത്തെ 5 മിനിറ്റിൽ ഇവിടെ നിന്നൊരു പുൾ ബാക്ക് കിട്ടിയെങ്കിലും പിന്നെ ആ ഒരു ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് താഴോട്ട് വലിയൊരു ഫോളിലോട്ട് വീണത്. അപ്പോൾ ഞാൻ ഈ ലെവൽസ് എല്ലാം ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് പുതിയ ലെവൽസ് വരയ്ക്കാം ഈ ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട്. മുകളിലോട്ട് മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ വരച്ചിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് തന്നെ നമുക്ക് വർക്കായിട്ടുണ്ട്. ഈ ആഴ്ചയിൽ മാർക്കറ്റ് ഈ ഒരു പ്രീവിയസ് സപ്പോർട്ട് ഏരിയ 25,880 വരുന്ന ഒരു ഏരിയയ്ക്ക് മുകളിലോട്ട് മാർക്കറ്റ് പോയാൽ മാത്രമേ മാർക്കറ്റിലൊരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ഇവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിയാലും, ഇവിടെ നിന്ന് മാർക്കറ്റ് റിക്കവർ ചെയ്ത് മുകളിലോട്ട് കയറിയാലും ഈ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് ഇനി ആക്ട് ചെയ്യും. കൃത്യമായിട്ട് നമുക്കിതെല്ലാം ഒരു സപ്പോർട്ട് ഏരിയ ആയിരുന്നു. ഇതാണ് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു ദിവസം ഇവിടെ കൺസോൾട്ടേഷൻ നടന്നതിന് ശേഷമാണ് മാർക്കറ്റ് താഴോട്ട് വന്നിരിക്കുന്നത്. അപ്പം 25,880 സ്ട്രോങ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിരിക്കും മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ സൈഡിലോട്ടൊക്കെ ലോങ് എൻട്രി അല്ലെങ്കിൽ ഫ്യൂച്ചർ ബൈ ചെയ്യുന്നവരായിരുന്നാലും ലോങ് നോക്കരുത്. ജസ്റ്റ് ഒരു 50-60 പോയിന്റിലൊക്കെ ഫ്യൂച്ചേഴ്സ് ചെയ്യുന്നവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം 25,880 വീണ്ടും മുകളിലോട്ടൊരു ബ്രേക്ക് ഔട്ട് കിട്ടി പിന്നെ സപ്പോർട്ട് എടുത്ത് ആക്ട് ചെയ്ത് മുകളിലോട്ട് കയറി പോകാനേ സാധ്യതയുള്ളൂ. അപ്പം ഇതൊരു ബ്രേക്ക് ഔട്ട് കൺഫർമേഷൻ കിട്ടുന്നത് വരയ്ക്കും ബൈ സൈഡിലോട്ട് ശ്രദ്ധിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഏരിയ ശ്രദ്ധിക്കുക, 25,880 ഏരിയ. ഷോർട്ട് ടൈമിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റെസിസ്റ്റൻസ് 25,797 വരുന്ന ഈ ഒരു ഏരിയ 790 790 ഈ ഒരു ഏരിയ മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലോട്ട് കയറിക്കഴിഞ്ഞാൽ ഇതുവരയ്ക്കും എൻട്രി നോക്കാം. ഇതുവരയ്ക്ക് നമുക്ക് എൻട്രി എടുക്കുന്നവർക്ക് ഹോൾഡ് ചെയ്യാം. പക്ഷേ ഇതിന് മുകളിൽ ഈ ഒരു ഏരിയ ഫുള്ള് കൺസോൾട്ടേഷൻ ഏരിയ ആയിരിക്കും. മാർക്കറ്റ് ഇവിടുത്തെ 15 മിനിറ്റ് തിങ്കളാഴ്ച അഥവാ മാർക്കറ്റ് റിക്കവർ ചെയ്ത് മുകളിലോട്ട് കയറിയാലും ഈ ഒരു ഏരിയയിൽ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ നോക്കുക. 15 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ നമുക്ക് റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. 25,791 നിന്ന് മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. താഴോട്ട് നമുക്ക് വെള്ളിയാഴ്ചത്തെ ഡേ ലോ ആയിരിക്കും സപ്പോർട്ടായിട്ട് വരിക. 25,680 ആ വിക്കിൻ്റെ മുകളിൽ 15 മിനിറ്റിൻ്റെ വിക്കിൻ്റെ മുകളിലാണ് ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. മാർക്കറ്റ് റിക്കവർ ചെയ്ത് മുകളിൽ കയറിയാലും 25,791 മുകളിലോട്ട് മാർക്കറ്റ് പോകുന്നില്ല. 15 മിനിറ്റിൽ റെഡ് ക്യാൻഡിൽ താഴോട്ട് ക്ലോസിങ് റിജക്ഷൻ വന്ന് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് എൻട്രി നോക്കാം. 25,654 25,654 താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ളൊരു ഏരിയ എന്ന് പറയുന്നത് 25,553 വരയ്ക്കും. എനിക്ക് തോന്നുന്നു ഡേ ക്യാൻഡിൽ വരച്ചിട്ടുള്ള ഒരു ഏരിയ ആണ് 25,558 25,558 ഏരിയ.
പിന്നെ വരുന്ന സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രോങ് സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുള്ള 446 ഏരിയ ആണ്. തിങ്കളാഴ്ച തന്നെ വരുമെന്നല്ല, വരും ദിവസങ്ങളിൽ ഈ ലെവൽസ് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. 25,558 താഴോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,446 വരേക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. അപ്പം പാനിക് സെല്ലിംഗ് നിൽക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിക്കവർ കൊടുത്താലും ഇവിടെ നിന്ന് തിരിച്ച് താഴോട്ട് ഈ ആഴ്ചയിൽ മാർക്കറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. മുകളിലോട്ട് 25,880 ബ്രേക്കൗട്ട് കിട്ടിയാൽ മാത്രമേ നമ്മൾ മുകളിലോട്ടുള്ള എൻട്രി നോക്കുന്നുള്ളൂ. നമുക്കടുത്ത് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. ഇൻട്രാഡേ ലെവൽസിൽ വെള്ളിയാഴ്ചത്തെ അനാലിസിസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് മുകളിലോട്ട് കയറിയാലും ഈ ഒരു ഏരിയ ഫുള്ള് സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും. മാർക്കറ്റ് ഇതിന് മുകളിലോട്ട് പോകാൻ സാധ്യതയില്ല. ഇവിടെ സെല്ലിംഗ് പ്രഷർ ഉണ്ടാകും എന്ന് പറഞ്ഞാണ് ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിന് ശേഷം മുകളിലോട്ട് കയറിയെങ്കിലും ആ ഒരു സെല്ലിംഗ് പ്രഷർ ഏരിയയിൽ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് താഴോട്ട് വന്നത്. ഇവിടെ ഒരു റിക്കവറി പ്രതീക്ഷിച്ചതാണ്. പക്ഷേ മാർക്കറ്റ് ഇവിടെ ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻട്രാഡേ ലെവൽസ് 25,643 ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്താൻ സാധ്യതയുണ്ടെന്ന്. മാർക്കറ്റ് അവിടെ നിന്നാണ് പിന്നെ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയത്. അപ്പം ആ 2 ടാർഗറ്റിലോട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നായിരുന്നു. ഇവിടെയും ഒരു റിവേഴ്സ് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇവിടെ നിന്ന് മാർക്കറ്റ് വീണ്ടും വലിയൊരു ഫോളിലോട്ട് വീണിരുന്നു. തിങ്കളാഴ്ച വരുന്നതെന്ന് പറയുന്നത് വൈഡ് CPR ആണ്. 25,716 തൊട്ട് 25,782 വരയ്ക്കാണ് CPR വരുന്നത്. മാർക്കറ്റ് ഒരു ചെറിയൊരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിലും ഈ ഏരിയയിൽ എവിടെയെങ്കിലും മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. 25,762 25,783 മുതൽ ഈ ഒരു CPRനുള്ളിൽ എവിടെ വേണമെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷർ പ്രതീക്ഷിക്കുന്നുണ്ട്. മാക്സിമം മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ള ഏരിയ 25,762 25,783 ആണ്. ഇത് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം CPRന് മുകളിലോട്ട് ഒരു ക്ലോസിംഗ് കിട്ടുകയാണെങ്കിൽ മാത്രമേ മുകളിലോട്ട് നമ്മൾ എൻട്രി നോക്കുന്നുള്ളൂ. 25,857 25,875 അതായത് നമ്മൾ 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു ലെവല് 25,791 വരെ വരുന്ന ഈ ഒരു ഏരിയ, ഇതിന് താഴെ എവിടെ വേണമെങ്കിലും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. 791 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഏരിയ തന്നെയാണ് 783 ഇൻട്രാഡേ ലെവൽസിൽ. ഇതിന് മുകളിൽ ഒരു ക്ലോസിംഗ് കിട്ടിയാൽ മാത്രമേ മുകളിലോട്ട് പോകുന്നുള്ളൂ. ഈ ഏരിയയിൽ എവിടെ വേണമെങ്കിലും മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാകാം. ഇത് മുകളിലോട്ട് ബ്രേക്കൗട്ട് കിട്ടിയാലേ നമുക്ക് അപ് ട്രെൻഡ് ഉള്ളൂ. അപ്പോൾ ഇതിന് മുകളിലോട്ടൊക്കെ ട്രേഡ് ചെയ്യുന്നവർ ജസ്റ്റ് സ്കാൽപ്പ് ചെയ്ത് ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ടാർഗറ്റാണ് വരുന്നത്. മാർക്കറ്റിൽ CPR എന്നൊരു റിജക്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇത് വെള്ളിയാഴ്ചത്തെ ലെവൽസ് ആയിരുന്നു. ഓക്കെ, ഇത് താഴോട്ട് ഒരു ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ CPRൻ്റെ ഇവിടെ നിന്ന് ഒരു റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ താഴത്തെ ലെവലെന്ന് പറയുന്നത് 25,557 25,575 ആണ്. ഏകദേശം 200 പോയിൻറ്റിൻ്റെ ഒരു ഫോള് ഇവിടെ നിന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഫുള്ള് ടാർഗറ്റ് അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇടയ്ക്ക് ഒരു സപ്പോർട്ട് കൂടെ നോക്കാം. ഒന്നിൽ വെള്ളിയാഴ്ചത്തെ ലോ നോക്കുക 25,650. ഇവിടെ നിന്ന് താഴോട്ട് മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇത് വയ്ക്കുക, ഈ ഒരു ലെവൽ വയ്ക്കുക. അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് വരുന്ന ഇൻട്രാഡേ ലെവൽസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ലൈവ് മാർക്കറ്റിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇത് ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ലോ ബ്രേക്കൗട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 25,557 25,575 ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത് വരുന്ന ഏറ്റവും വലിയ ഇവൻ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 1 ബഡ്ജറ്റാണ്, യൂണിയൻ ബഡ്ജറ്റാണ് വരുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഒരു ഇന്ത്യ വിക്സിൽ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ബയേഴ്സിന് ഗുണം ചെയ്യും, DK എഫക്റ്റ് കുറയും. നമുക്ക് ഏകദേശം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു 17
16-17 ഏരിയ വരയ്ക്കും ബഡ്ജറ്റിന് ഇന്ത്യ വിക്സ് കയറിപ്പോവാൻ സാധ്യത ഉണ്ടെന്നാണ്. ഈ ഒരു ലെവൽ വരയ്ക്കും ചിലപ്പോൾ 16 മാക്സിമം 16 വരെയെങ്കിലും മാർക്കറ്റ് ഇന്ത്യ വിക്സ് കയറിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോഴത്തേക്കും പ്രീമിയത്തിൽ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടാവും. അറ്റ് ദ മണി പ്രീമിയമൊക്കെ ചിലപ്പം ഒരു 180 രൂപ വരെയെങ്കിലും കയറിപ്പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ബയേഴ്സിന് ഗുണം ചെയ്യും. സെല്ലേഴ്സിന് എക്സ്പയറി ഡേയിൽ മാത്രമേ ഗുണം ചെയ്യത്തുള്ളൂ. ബാക്കി ദിവസങ്ങളിൽ ബയേഴ്സിന് മാർക്കറ്റ് ചിലപ്പം ഓപ്പോസിറ്റ് വ്യൂവിൽ പോയാലും പിയിലും ചിലപ്പം പ്രീമിയം കയറാൻ സാധ്യതയുണ്ട്. കാരണം ഈവൻ്റ് വരുന്നത് കൊണ്ട് വിക്സ് എന്തായാലും ഒരു ഹൈ ലെവലിലോട്ട് എബോവ് 15 എന്തായാലും പോകാൻ സാധ്യതയുണ്ട്. അപ്പം അത് ബയേഴ്സിന് ഗുണം ചെയ്യും. അപ്പം കൃത്യമായിട്ട് ട്രേഡ് ചെയ്യുന്നവർ സാധാരണ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ഇൻഡെക്സിൻ്റെ ചാർട്ടിലാണ്. ഇൻഡെക്സിൻ്റെ ചാർട്ടിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഇൻഡെക്സിൽ നമുക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റായാലും നമ്മളെടുക്കുന്ന പ്രീമിയത്തിൽ ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവണമെന്നില്ല. കാരണം അത് ഇൻഡെക്സിൽ മൂവ്മെൻ്റ് ഉണ്ടായാലും ചിലപ്പോൾ നമ്മളെടുക്കുന്ന ഇതിൽ പ്രീമിയത്തിൽ ഓപ്പോസിറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കാരണം വിക്സിനെ വരും ദിവസങ്ങളിൽ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ബാക്കി അപ്ഡേഷൻസ് നമ്മുടെ ലൈവ് മാർക്കറ്റിൽ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടാവും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ടവർ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.